First question, HRC fuse provide the best protection against. HRC fuse provide the best protection against. Clear ആണല്ലോ അല്ലേ? Okay, നമുക്ക് തുടങ്ങാം. HRC fuse provide the best protection against ആണ് ക്വസ്റ്റ്യൻ അല്ലെ. ഓപ്പൺ സർക്യൂട്ട്സ് ഉണ്ട്, ഓവർലോഡ്സ് ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് കറന്റും ഉണ്ട്. HRC ഫ്യൂസ് എന്ന് പറയുമ്പോൾ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസ് എന്നാണ് പറയുന്നത് അല്ലെ. ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസ് ആണ്. അപ്പൊ ഈ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 4 ഓപ്ഷൻസ് ആണ് അതിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ആണ്. ഈ ഫ്യൂസസ് എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സസ് കറന്റ് വരുന്ന സമയങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. എക്സസ് കറന്റ് വരുന്ന സമയങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂസസ് യൂസ് ചെയ്യുന്നത്. ഈ എക്സസ് കറന്റ് വരിക എന്ന് പറയുന്നത് നമുക്ക് ഓവർ ആയിട്ടുള്ള കറന്റ് വരിക. ഓവർ ആയിട്ടുള്ള കറന്റ് വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് വരുന്ന സമയത്ത് ഏതൊക്കെയാണുള്ളത്? ഓവർലോഡും വരുന്നുണ്ട്, ഷോർട്ട് സർക്യൂട്ടും വരുന്നുണ്ട്. ഓവർലോഡിനകത്തും എക്സസ് കറന്റ് ആണ്, കൂടുതൽ കറന്റ് വരുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഷോർട്ട് സർക്യൂട്ടിനകത്തും കൂടുതൽ കറന്റ് വരുന്നുണ്ടായിരിക്കും. ഈ ഓപ്പൺ സർക്യൂട്ടിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും റിവേഴ്സ് കറന്റ് ആണ് എന്നുണ്ടെങ്കിലും അതിലൊരു എക്സസ് കറന്റ് അല്ല ഉണ്ടാവുന്നത്. ഇപ്പൊ ഓപ്പൺ സർക്യൂട്ടിനകത്താണെങ്കിൽ കറന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് സംഭവിക്കുന്നത്. റിവേഴ്സ് കറന്റ് ആണെന്നുണ്ടെങ്കിൽ കറന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പൊ ഈ 2 കണ്ടീഷനിൽ നമുക്ക് അവിടെ പ്രശ്നം വരുന്നില്ല. അതൊരു ഫ്യൂസിന്റെ ലിമിറ്റേഷനിൽ വരുന്ന കാര്യമല്ല. റിവേഴ്സ് കറന്റ് ഒരു പ്രശ്നമാണ്, പക്ഷെ അത് ഒരു ഫ്യൂസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വരുന്നില്ല. ഓവർലോഡും അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടും ആണ് എന്ത് ചെയ്യുന്നത്? 2 കണ്ടീഷൻസ് വരുന്നത് അല്ലെ. അപ്പൊ ഇതുപോലുള്ള HRC ഫ്യൂസസ്, ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒരു കറന്റ് എബോ ഹൈ, ഒരു വളരെ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം, ലോഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യണം, ഫ്യൂസ് വർക്ക് ചെയ്യണം എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു HRC ഫ്യൂസസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി എന്നതിന് പറയുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യണം, ഫ്യൂസ് ആക്ട് ചെയ്യണം. ഫ്യൂസ് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സർക്യൂട്ടിനെ ഡിസ്കണക്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഓവർലോഡ് ആണ് എന്നുണ്ടെങ്കിൽ ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുക. കറന്റ് നമ്മൾ ഓരോ ലോഡ് കൂടുന്നതിനനുസരിച്ച് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഒരു ലിമിറ്റഡ് കറന്റ് ആണ് അവിടെ വരുന്നുണ്ടായിരിക്കുക. ആ ലിമിറ്റഡ് കറന്റിലേക്ക് എന്ത് ചെയ്യാണ്, എത്തുന്ന സമയത്ത് ഈ ഫ്യൂസ് ബേൺ ഔട്ട് അവോയ്ഡ് ചെയ്യാം. എന്നാൽ ഷോർട്ട് സർക്യൂട്ടിൽ അങ്ങനെയല്ല. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സെക്കൻഡ് സമയം കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ഹൈ കറന്റ് അതിലൂടെ, ഹൈ കറന്റ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് 0 ആയിട്ട് കറന്റ് ഇൻഫിനിറ്റി ലെവലിലേക്കുള്ള കറന്റ് അതിലൂടെ ഫ്ലോ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും വലിയൊരു കറന്റ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, HRC ഫ്യൂസസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോ സാധാരണ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഏതാണെന്ന് മനസ്സിലാക്കാം, ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് അല്ലെ. ഷോർട്ട് സർക്യൂട്ടിലാണ് എന്ത് ചെയ്യുന്നത്, വളരെ കുറഞ്ഞ സമയത്തിൽ ഒരു ഹൈ കറന്റ് പാസ് ചെയ്യുന്നത്. അങ്ങനെ ഹൈ കറന്റിനെ ഈ കറന്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, HRC ഫ്യൂസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ HRC ഫ്യൂസസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ എന്താണ്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഹെവി ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഫോർ എ നോൺ ടൈം പീരീഡ് അല്ലെ, വളരെ ചെറിയ ടൈം പീരീഡിൽ ഉണ്ടാവുന്ന ഒരു ഹെവി ഷോർട്ട് സർക്യൂട്ട് കറന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HRC ഫ്യൂസസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ HRC ഫ്യൂസസ് ഓൺ ട്രാൻസ്ഫോമർ പ്രൊവൈഡഡ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് എക്സ്റ്റേണൽ ഫാൾട്ടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, HRC ഫ്യൂസസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്യൂസ് വയർ പോസസസ് direct time characteristics, inverse time characteristics, both direct time characteristics and inverse time characteristics, none of the given options. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള എന്താണ്, എ ഫ്യൂസ് വയർ പോസസസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഫ്യൂസ് വയർ ഡയറക്റ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്, ബോത്ത് ഡയറക്റ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്, നൺ ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിൽ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക, ഡയറക്റ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് ആണോ, ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് ആണോ, അല്ലെങ്കിൽ ബോത്ത് ഡയറക്റ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇൻവേഴ്സ് ടൈം രണ്ടും കൂടെ വരുന്നുണ്ടോ? അതുമല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല അതിൽ കാണിക്കുന്നത്. ഏതായിരിക്കും അതിൽ വരുന്നുണ്ടാവുക? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലെ. ബോത്ത് ഇവിടെ നമ്മൾ നോക്കുകയാണ്. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് I²R×T. ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ അവിടെ എനർജി പറയുമ്പോൾ I²R×T എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അതായത് എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഹീറ്റ് എനർജി എത്രത്തോളം വരുന്നു അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഫ്യൂസ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ സാധാരണ നമ്മൾ പറയുമ്പോൾ I²R×T എന്നാണ് പറയുക അല്ലെ. I²R×T എന്ന് പറയുമ്പോൾ ഹീറ്റ് എനർജി എത്രത്തോളം വരുന്നു അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഹീറ്റ് എനർജി വരുമ്പോഴാണ് ഫ്യൂസ് വയർ മെൽറ്റ് ആവുന്നുണ്ടാവുക. അപ്പൊ ഹീറ്റ് എത്രത്തോളം ഡെവലപ്പ് ആയിരുന്നു അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഫ്യൂസ് വയർ മെൽറ്റ് ആവുക അല്ലെ. അപ്പൊ I²R×T എന്ന് പറയുന്നതിൽ
ഐ കൂടുതലായി കഴിഞ്ഞാൽ, കറന്റ് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ നമുക്കൊരു ഫിക്സഡ് വാല്യൂ ആണ് ഉണ്ടാവുക. ആ ഫിക്സഡ് വാല്യൂല് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഈ സാധനം മെൽറ്റ് ആവുന്നുണ്ടായിരിക്കും. അപ്പൊ കറന്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യും? മെൽറ്റ് ആവും അല്ലെ? കറന്റ് കുറവാണ്, അത് കാരണം റെസിസ്റ്റൻസ് അവിടെ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. കറന്റ് കുറവാണ് എന്നുണ്ടെങ്കിലും ടൈം കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യും? മെൽറ്റ് ആവും. ഇതിന് രണ്ട് കണ്ടീഷൻ നമുക്ക് പറയാം. ഒന്ന് ഓവർലോഡ് കണ്ടീഷൻ പറയാം, ഓവർലോഡ് കണ്ടീഷൻ പറയാം. ഈ ഓവർലോഡ് കണ്ടീഷനിൽ കുറെ സമയം വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ഫ്യൂസ് മെൽറ്റ് ആവുന്നുണ്ടായിരിക്കുക. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കറന്റ് കിട്ടുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ടായിരിക്കും? ഫ്യൂസ് മെൽറ്റ് ആവുന്നുണ്ടായിരിക്കും. അപ്പൊ രണ്ടിനും കാരണം ഇതാണ്. ഒന്ന്, കറന്റ് കൂടുതലാവുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതും അവിടെ ഫ്യൂസ് മെൽറ്റ് ആവുന്നുണ്ടായിരിക്കും. എന്നാൽ കറന്റ് കുറവാണെന്നുണ്ടെങ്കിൽ കുറെ സമയം നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഹീറ്റ് ഡെവലപ്പ് ആവുന്നുണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫ്യൂസ് മെൽറ്റ് ആവുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയുമ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയാണ് ചെയ്യുന്നത് അല്ലെ? ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കർവ് എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ടൈമും കറന്റ് വാല്യൂയും കൂടി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കർവ് എങ്ങനെ വരുന്നുണ്ടായിരിക്കുക? ടൈം കൂടുതലാവുന്ന സമയത്ത്, ടൈം കൂടുതലായിരിക്കുന്ന സമയത്ത് കറന്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ടൈം കുറഞ്ഞു വരുന്ന സമയത്ത് എന്ത് ചെയ്യും? കറന്റ് കൂടുതലായിട്ട് വരും അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് വരുന്നത് HE is equal to, അതായത് ഹീറ്റ് എനർജി is equal to I square R into T എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരമാണ് നമ്മൾ എടുക്കുക. അതാണ് ശരിക്കും ഒരു ഫ്യൂസ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. HE is equal to I square R into T. I square R into T എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ആ മെറ്റീരിയൽ അനുസരിച്ച് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ കറന്റ് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ആ ഫ്യൂസ് വയർ മെൽറ്റായി പോകുന്നുണ്ടായിരിക്കും. എന്നാൽ കറന്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം അങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ? ഫ്യൂസ് വയർ മെൽറ്റ് ആവുന്നുണ്ടായിരിക്കും. ഇനി ഇത് രണ്ട് കണ്ടീഷനും അല്ലാതെ സമയം കൂടുതൽ നിന്നാലും അവിടെ എന്ത് ചെയ്യില്ല? ഫ്യൂസ് വയർ മെൽറ്റായി പോകുന്നുണ്ടാവില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ട്. കാരണം കറന്റ് എന്ത് ചെയ്യാണ്? ഒരു പ്രോപ്പർ കറന്റ് മാത്രമാണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അതായത് അതിന്റെ ഒരു കോൺസ്റ്റന്റ് കറന്റ് അതിലെ ഫ്ലോ ചെയ്യാൻ, അതിന്റെ റേറ്റഡ് ആംപിയർ കറന്റ് മാത്രമാണ് അതിൽ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെൽറ്റായി പോകുന്നുണ്ടാവില്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്യൂസ് വയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത്. അതായത് ടൈമും കറന്റും തമ്മിൽ കാണിക്കുന്ന ആ ഒരു ക്യാര എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. ഫ്യൂസ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്. പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഇൻസേർട്ടഡ് സീരീസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ഫ്യൂസ് കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെ? ഫ്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെ എക്സസീവ് കറന്റ് വരുന്ന സമയത്ത് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സർക്യൂട്ടിൽ നിന്നും അല്ലെങ്കിൽ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂസ് യൂസ് ചെയ്യുന്നത് അല്ലെ? അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ, എക്സസീവ് കറന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഓവർ കറന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒന്നാണ്. അതിൽ രണ്ട് കണ്ടീഷനാണ് വരുന്നത്. ഒന്ന് ഷോർട്ട് സർക്യൂട്ടും മറ്റൊന്ന് ഓവർ ലോഡ് കണ്ടീഷനും കേട്ടോ, അല്ലെങ്കിൽ ഓവർ കറന്റ് പ്രൊട്ടക്ഷനും. പിന്നെ ടൈം റിക്വയർഡ് ടു ബ്രേക്ക് ഔട്ട് ദ ഫ്യൂസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ എക്സസീവ് കറന്റ് അല്ലെ? മാഗ്നിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യും? അവിടെ ബ്രേക്ക് ഔട്ട് ആവും. മാഗ്നിറ്റ്യൂഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? കൂടുതൽ സമയം എടുത്തിട്ടായിരിക്കും അത് ബ്രേക്ക് ഔട്ട് ആവുന്നത് അല്ലെ? അത് ഒരു ഫിക്സഡ് മാഗ്നിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അതിനൊന്നും സംഭവിക്കില്ല. ഗ്രേറ്റർ കറന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കുറെ കറന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഫ്യൂസ് ബേൺ ഔട്ട് ആവുന്നുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഫ്യൂസ് വയർ എന്ന് പറയുന്ന ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നതെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഫ്യൂസ് വയർ ഷുഡ് ഹാവ് ദ following characteristics: low melting point, high conductivity; high melting point, low conductivity; highly malleable and corrosive; highly resistance and low melting point. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഫ്യൂസ് വയർ, ഫ്യൂസ് വയറിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കണം എന്നുള്ളതാണ് ചോദിച്ചത് അല്ലെ? അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ലോ മെൽറ്റിംഗ് പോയിന്റും ഹൈ കണ്ടക്ടിവിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് ഹൈ മെൽറ്റിംഗ് പോയിന്റും ലോ കണ്ടക്ടിവിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ നമുക്കൊരു ഫ്യൂസ് വയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ നമ്മൾ നോക്കുമ്പോൾ മാലബിലിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ എടുക്കണം. മാലബിലിറ്റി എന്ന് പറയുന്ന കാര്യം നമുക്ക് വല്ലാതെ എടുക്കേണ്ട ആവശ്യമില്ല. കോഴ്സീവ് എന്ന് പറയുന്ന കാര്യം ഫ്യൂസ് വയറിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ കോഴ്സീവ് എടുത്താൽ മതി. മാലബിലിറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ട? ഈ ഒരു ഫ്യൂസ് വയറിന്റെ കാര്യത്തിൽ നമ്മൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് റെസിസ്റ്റൻസിന്റെ കാര്യവും കണ്ടക്ടിവിറ്റിയുടെ കാര്യവും നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റിന്റെ കാര്യം എടുക്കണം. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഹൈ കണ്ടക്ടിവിറ്റിയും ആയിരിക്കണം. അപ്പൊ ലോ മെൽറ്റിംഗ് പോയിന്റ് ഹൈ കണ്ടക്ടിവിറ്റി വരുന്നതായിരിക്കണം എന്ത് ചെയ്യുന്നത്? ഒരു ഫ്യൂസ് വയർ എന്ന് പറയുന്നത് കേട്ടോ. ലോ മെൽറ്റിംഗ് പോയിന്റും ഹൈ കണ്ടക്ടിവിറ്റിയും കാണിക്കുന്നതായിരിക്കണം എന്ത് ചെയ്യുന്നത്? ഒരു ഫ്യൂസ് വയർ എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ നമുക്ക് പറയാം എന്തൊക്കെയാണ് ഒരു ഫ്യൂസ് വയറിന്റെ അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ലോ മെൽറ്റിംഗ് പോയിന്റ്, ലോ ഓമിക് ലോസ് എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? കുറവായിരിക്കണം. കുറവായിരിക്കണം. കാരണം അവിടെ ഫ്യൂസിന്റെ അവിടെ തന്നെ ഈ ഒരു ഐ ഇൻറ്റു ആർ ലോസ് കഴിഞ്ഞാൽ റെസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലെ? ഒരു ഫ്യൂസ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊരു 50 വോൾട്ടേജ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഐ ഇൻറ്റു ആർ ലോസ് കൂടുതലായി വന്നു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ലോഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല? വോൾട്ടേജ് കിട്ടുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ഓമിക് ലോസ് എന്തായിരിക്കണം? കുറവായിരിക്കണം. പിന്നെ ഹൈ കണ്ടക്ടിവിറ്റി കാണിക്കണം, അതായത് ലോ റെസിസ്റ്റിവിറ്റി. ഓമിക് ലോസ് കുറവാകുമ്പോൾ തന്നെ ലോ റെസിസ്റ്റിവിറ്റി ആണ് വരുന്നുണ്ടായിരിക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ലോ കോസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഡിട്രാക്ഷൻ അല്ലെങ്കിൽ ഡിറ്റീരിയേഷൻ, ഫ്രീ ഫ്രം ഓക്സിഡേഷൻ എന്നൊക്കെ പറയുന്ന അതിൽ നിന്ന് എന്തായിരിക്കണം? ഫ്രീ ആയിരിക്കണം എന്നുള്ളതും കാര്യം നമുക്ക് പറയാം. അപ്പൊ ഇതിലെന്താണ്? ഓപ്ഷൻ എ ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റും ഹൈ കണ്ടക്ടിവിറ്റി ആണ് എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്യൂസിംഗ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ബിറ്റ്വീൻ മാക്സിമം ഫ്യൂസിംഗ് കറന്റ് ആൻഡ് ദ റേറ്റഡ് കറന്റ്. മാക്സിമം ഫ്യൂസിംഗ് കറന്റ് ആൻഡ് ദ റേറ്റഡ് കറന്റ്. മാക്സിമം ഫ്യൂസിംഗ് കറന്റ് ഒന്ന് മാക്സിമം ആണോ ഒന്ന് മിനിമം ആണോ? ഓപ്ഷൻ ബി കേട്ടോ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് മാക്സിമം ഫ്യൂസിംഗ് കറന്റ് ആൻഡ് റേറ്റഡ് വോൾട്ടേജ്, മിനിമം ഫ്യൂസിംഗ് കറന്റ് ആൻഡ് റേറ്റഡ് വോൾട്ടേജ് അല്ലെ? അപ്പൊ അങ്ങനെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ ഫ്യൂസിംഗ് ഫാക്ടർ കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. ഫ്യൂസിംഗ് ഫാക്ടർ കെ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? മാക്സിമം ഫ്യൂസിംഗ് കറന്റ് ആൻഡ് റേറ്റഡ് കറന്റ്, മിനിമം ഫ്യൂസിംഗ് കറന്റ് ആൻഡ് റേറ്റഡ് കറന്റ്, മാക്സിമം ഫ്യൂസിംഗ് കറന്റ് ആൻഡ് റേറ്റഡ് വോൾട്ടേജ്, മിനിമം ഫ്യൂസിംഗ് കറന്റ് ആൻഡ് റേറ്റഡ് വോൾട്ടേജ് അല്ലെ? അപ്പൊ ഏതാ വരുന്നുണ്ടായിരിക്കുക? മിനിമം ഫ്യൂസിംഗ് കറന്റും ആൻഡ് റേറ്റഡ് വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് മിനിമം ഫ്യൂസിംഗ് കറന്റും റേറ്റഡ് കറന്റും തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ ആണ് എന്ത് ചെയ്യുന്നത്? ഫ്യൂസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഫ്യൂസിംഗ് ഫാക്ടർ എപ്പോഴും 1ൽ കൂടുതലായിട്ടാണ് വരുന്നുണ്ടാവും അല്ലെ? 1ൽ കൂടുതലായിട്ടാണ് വരുന്നത്. കാരണം എന്താണ്? മിനിമം ഫ്യൂസിംഗ് കറന്റ് എന്ന് പറയുന്നത് എപ്പോഴും റേറ്റഡ് കറന്റിനേക്കാൾ കൂടുതലായിരിക്കും. ഈ റേറ്റഡ് കറന്റ് എന്ന് പറയുന്നത് ആ ഫ്യൂസിലൂടെ കടത്തിവിടാൻ പറ്റുന്ന മാക്സിമം കറന്റിനാണ് എന്ത് ചെയ്യുന്നത്? റേറ്റഡ് കറന്റ് എന്ന് പറയുന്നത്. അതിന് മീതെയുള്ള ഒരു കറന്റ് ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം? മിനിമം ഫ്യൂസിംഗ് കറന്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പൊ മിനിമം ഫ്യൂസിംഗ് കറന്റ് ആയിരിക്കും എപ്പോഴും വലിയൊരു സംഖ്യ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും 1ന് മേലെയുള്ള ഒരു സംഖ്യ ആയിരിക്കും അല്ലെ? 1ൽ കൂടുതലുള്ള ഒരു സംഖ്യ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ഫ്യൂസ് ഈസ് ടു പ്രൊട്ടക്ട് ദ ലൈൻ, ഓപ്പൺ ദ സർക്യൂട്ട്, പ്രൊട്ടക്ട് ദ അപ്ലയൻസസ്, പ്രിവെന്റ് ദ എക്സസീവ് കറന്റ്. ഓക്കെ, നമുക്കറിയാം അല്ലെ? നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതിൽ പറഞ്ഞതാണ് മെയിൻ ഫംഗ്ഷൻ ഓഫ് ഫ്യൂസ് ഈസ് ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതായിരിക്കും ആൻസർ എഴുതുന്നത്? അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാല് ഇതിലൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ? പ്രൊട്ടക്ട് ദ ലൈനിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഫ്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ദ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യാണ് ഷോർട്സ് നമുക്ക് എന്ത് ചെയ്യാണ് അവിടെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ പ്രൊട്ടക്ട് ദ അപ്ലയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലയൻസസിന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിവെന്റ് ദ എക്സസീവ് കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ് കറന്റ് പ്രിവെന്റ് ചെയ്യുന്നത്. അപ്പൊ 4 കാര്യങ്ങൾ ഒരു ഫ്യൂസിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് മാറുന്നത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള 4 പോയിന്റും ഒരു ഫ്യൂസിന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ? പക്ഷെ അതിലെ മെയിൻ ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ലൈനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യുന്നതും അതേപോലെ തന്നെ അപ്ലയൻസസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെ ഉണ്ടാവുന്ന എക്സസീവ് കറന്റിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ടാണ് അല്ലെ? അവിടെ വരുന്ന എക്സസീവ് കറന്റിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ലൈനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും. ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്? അവിടെ എക്സസീവ് കറന്റ് വരുന്നതുകൊണ്ടാണ് ഓപ്പൺ സർക്യൂട്ട് ആവുന്നത്. അതേപോലെ തന്നെ അപ്ലയൻസസിന് എന്ത് ചെയ്യുന്നത്? അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക? പ്രിവെന്റ് ദ എക്സസീവ് കറന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ഫ്യൂസ് എന്ന് പറയുന്നത് എക്സസീവ് കറന്റിനെ പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുന്നതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ കാൻ നോട്ട് ബി യൂസ്ഡ് ആസ് എ ഫ്യൂസ് വയർ? കോപ്പർ, അയൺ, സിൽവർ, ലെഡ്, ടിൻ, അലോയ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ കാൻ നോട്ട് ബി യൂസ്ഡ് ആസ് എ ഫ്യൂസ് വയർ? ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത മെറ്റൽ ഏതാണ് അല്ലെ? കോപ്പർ, അയൺ, സിൽവർ, ലെഡ്, ടിൻ, അലോയ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത മെറ്റൽ എന്ന് പറയുന്നത് അയൺ ആണ് കേട്ടോ. കാരണം അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇവിടെ പറഞ്ഞതിൽ അനുസരിച്ചിട്ട് ലോ കണ്ടക്ടിവിറ്റി ആണ് എന്ത് ചെയ്യുക? വരുന്നുണ്ടായിരിക്കാം. ഇനി സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ലെഡ്, ടിൻ, അലോയ് യൂസ് ചെയ്യുന്നുണ്ട്, കോപ്പർ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്, സിൽവർ യൂസ് ചെയ്യുന്നുണ്ട്. ലെഡ്, ടിൻ, അലോയ്, കോപ്പർ ആണ് എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ലെഡ്, ടിൻ, അലോയ് എന്ന് പറയുന്നത് ഒരു 10-15 ആംപിയേഴ്സ് വരെയൊക്കെയാണ്. അതിന്റെ മേലേക്ക് ഉണ്ടാകുന്നത് കോപ്പർ ആണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the rating of a fuse wire is always expressed in volt, amperes, ampere volt, ampere hours. The rating of a fuse wire is always expressed. Volt rating എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു ഫ്യൂസ് വയറിന്റെ റേറ്റിംഗ് എങ്ങനെയാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക? വോൾട്ടിലാണോ, ആംപിയേഴ്സിലാണോ, ആംപിയർ വോൾട്ടിലാണോ, അതും അല്ലാന്നുണ്ടെങ്കിൽ ആംപിയർ ഹവേഴ്സിലാണോ പറയുന്നുണ്ടാവുക അല്ലെ?
നമുക്കറിയാം നമ്മൾ ഫ്യൂസ് വയർ പറയുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ആ ഫ്യൂസ് വയറിന്റെ റേറ്റിംഗ് പറയുന്നത് എങ്ങനെയാണ്? ആംബിയറിലാണ് പറയുന്നുണ്ടാവും അല്ലെ? ആംബിയറിലാണ് പറയുന്നത്. അതായത് ഇത്ര ആംബിയറിന്റെ ഫ്യൂസ് ആണ് എന്നുള്ളതാണ് റേറ്റിംഗ് അറിയുന്നത്. സാധാരണ ഫ്യൂസ് വയർ നമ്മൾ ഫ്യൂസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് കാണാം ഫ്യൂസ്, സർക്യൂട്ട് ബ്രേക്കർ ഒക്കെ റേറ്റിംഗ് പറയുന്നത് എങ്ങനെയാണ്? ആംബിയറിലാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. On what factor does the current carrying capacity of a fuse depend? Size of the fuse wire, fuse material, surrounding of the fuse. Only one and three, only 2 and 3, 1, 2 and 3. And the question എന്താണ്? On what factor does the current carrying capacity of a fuse wire depends? അല്ലെ, ഒരു ഫ്യൂസ് വയറിന്റെ കറന്റ് carrying capacity എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്? അപ്പൊ ഇവിടെ വന്നിട്ടുള്ള സൈസ് ഓഫ് ദ വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈസ് ഓഫ് ദ വയർ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഡയമെൻഷൻ ഓഫ് ദ വയർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വയറിന്റെ ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം വയറിന്റെ ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പറയാനുള്ള കാരണം എന്താണ്? ശരിക്കും കറന്റ് ക്യാരിങ് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന് എന്തിനായിരിക്കും? റെസിസ്റ്റൻസിന്റെ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ഡയമെൻഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയാം. അതായത് സൈസ് ഓഫ് ദ വയറിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഷേപ്പിന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം ഫ്യൂസ് മെറ്റീരിയൽ. മെറ്റീരിയലിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിൽവർ, കോപ്പർ, അതുപോലെ തന്നെ റെഡ് ടിൻ അലോയ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂസിംഗ് എലമെന്റിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ 10 to 15 ആംബിയേഴ്സ് വരെയൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്? ലെഡ് ടിൻ ആണ് ഉപയോഗിക്കുന്നത്. അതിന് മീതെ കോപ്പർ ഉപയോഗിക്കുന്നുണ്ട്. അയൺ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിന്റെ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നീട് എന്താ ഉള്ളത്? സറൗണ്ടിങ് ഓഫ് ദ ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ 3 എന്ന് പറയുന്നത് അല്ലെ? സറൗണ്ടിങ് ഓഫ് ദ ഫ്യൂസ്. ഈ സറൗണ്ടിങ് ഒരു ഇതാണ് കേട്ടോ. ഫ്യൂസ് കറന്റ് ക്യാരിങ് കപ്പാസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ തന്നെയാണ് സറൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ സറൗണ്ടിങ്ങിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ മെറ്റീരിയലിന്റെ ഫ്യൂസ് വയറിന്റെ ആ ഒരു കറന്റ് ക്യാരിങ് കപ്പാസിറ്റി അവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് മൂന്നിനെയും ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ട്. 1, 2 and 3 ആണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സറൗണ്ടിങ്ങിൽ ഇതിന് മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫ്യൂസ് വയറിന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ സറൗണ്ടിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ സൈസ് ഓഫ് ദ ഫ്യൂസ് വയർ, ഫ്യൂസ് മെറ്റീരിയൽ, സറൗണ്ടിങ് ഓഫ് ദ ഫ്യൂസ്, മൂന്നിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഫ്യൂസിന്റെ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറന്റ് ക്യാരിങ് കപ്പാസിറ്റി നമ്മൾ പറഞ്ഞതാണ്. മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഇറ്റ്. അതേപോലെ തന്നെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമീറ്റർ, ലെങ്ത്, ഷേപ്പ് ആൻഡ് സൈസ് ആൻഡ് ഷേപ്പ് കേട്ടോ. അത്രയും കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സറൗണ്ടിങ് ഓഫ് ദ ഫ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കറന്റ് ക്യാരിങ് കപ്പാസിറ്റി അവിടെ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? How should a fuse be installed in a circuit to ensure proper operation? Parallel to the load, series with the load, in any way possible at the ground point. ഏതാ ക്വസ്റ്റ്യൻ? നമ്മൾ ആൻസർ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ? എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായിരിക്കുക, ഒരു ഫ്യൂസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. സീരീസ് ആണോ, പാരലൽ ആണോ, ഏത് പേര് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? അറ്റ് ഗ്രൗണ്ട് പോയിന്റ് എന്നാണ് കൊടുത്തുള്ളത്. ഒരിക്കലും ഗ്രൗണ്ട് പോയിന്റിലോ അല്ലെങ്കിൽ ന്യൂട്രൽ പോയിന്റിലോ ഒന്നും നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? സീരീസ് വിത്ത് ലോഡ്. ലോഡിന് സീരീസ് ആയിട്ട് മാത്രമേ നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സർക്യൂട്ട് ബ്രേക്കർ ഈസ് ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഫ്രം ഡാമേജ് കോസ്ഡ് ബൈ ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട്, ഓവർ കറന്റ്, ഓൾ ഓഫ് ദ above. A circuit breaker is designed to protect an electric circuit from damage caused by overload, short circuit, over current and all of the above ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ നോക്കാം. ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട്, ഓവർ കറന്റ് ആൻഡ് ഓൾ ഓഫ് ദ above ആണ് പറഞ്ഞത് അല്ലെ? അപ്പൊ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ, ഈ ഓവർലോഡ് വരിക എന്ന് പറയുന്നത് ലോഡ് കൂടുതലായിട്ട് വരുന്ന കണ്ടീഷനാണ് അല്ലെ? ലോഡ് കൂടുതലാവുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കാം? പവർ ഈക്വൽ ടു V × I എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. പവർ കൂടുതലാവുക, അതാണ് ലോഡ് കൂടുതലാവുക എന്ന് പറയുന്നത്. അപ്പൊ പവർ കൂടുതലാവണം എന്നുണ്ടെങ്കിൽ വോൾട്ടേജ് അവിടെ കോൺസ്റ്റന്റ് ആണ്. കറന്റ് എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കും? കൂടാണ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഈ കറന്റ് ഒരു ലിമിറ്റഡ് കറന്റിനേക്കാൾ കൂടുതലായിട്ട് വരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സർക്യൂട്ട് ബ്രേക്കർ, ഒരു 6 ആംപിയറിൽ വർക്ക് ചെയ്യേണ്ട സർക്യൂട്ട് ബ്രേക്കർ ആണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ നോർമലി ഓടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോർമലി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 6 ആംപിയർ കറന്റ് അവിടെ വരുന്നുള്ളൂ എന്ന് കരുതാം. എന്നാൽ അതിൽ എന്ത് ചെയ്യാണ്? ഓവർലോഡ് വരുന്ന സമയത്ത്, പവർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കറന്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ കറന്റ് ഇൻക്രീസ് ചെയ്തിട്ട് അതൊരു 8 ആംപിയർ കറന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ടായിരിക്കും? ഈ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഓവർലോഡ് എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെയാണ് ഓവർ കറന്റ് എന്ന് പറയുന്ന കണ്ടീഷനും. ഓവർലോഡ് വരുന്ന അതേ കണ്ടീഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഓവർ കറന്റ് എന്ന് പറയുന്ന കണ്ടീഷനും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്?
വളരെ ചെറിയ ടൈമിനുള്ളിൽ ഒരു ഹ്യൂജ് കറണ്ട് അല്ലെ, ഹ്യൂജ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു കറണ്ട് എന്ത് ചെയ്യണം അതിലൂടെ ഫ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ 3 കണ്ടീഷനും എന്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മളെ സർക്യൂട്ട് ബ്രേക്കർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. നേരത്തെ നമ്മൾ HRC ഫ്യൂസ് പറഞ്ഞ സമയത്ത് അവിടെ ഓവർലോഡ് അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞ 2 കണ്ടീഷൻ വന്നപ്പോൾ ഷോർട്ട് സർക്യൂട്ടിനാണ് കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷോർട്ട് സർക്യൂട്ടിന് യൂസ് ചെയ്യാനുള്ള HRC ഫ്യൂസ് എടുത്ത് പറയുന്നതിന് അല്ലെങ്കിൽ HRC ഫ്യൂസ് എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷോർട്ട് സർക്യൂട്ടിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് എന്ന് അവിടെ പറയുന്നത്. എന്നാൽ ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ കണ്ടീഷനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സർക്യൂട്ട് ബ്രേക്കർ അവിടെ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓൾ ഓഫ് ദ അബോ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For fuse, the total operating period is given by dash. Pre-arcing time plus arcing time, total operating period minus arcing time, pre-arcing time minus arcing time, total operating period minus breaking time. എന്താ ചോദിച്ചിട്ടുള്ളത്? For fuse, the total operating period is given by. ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് പീരീഡ് എങ്ങനെയാണ് ഒരു ഫ്യൂസിന്റെ കാര്യത്തിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള അല്ലെങ്കിൽ അതിനെ പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഒന്നാമത്തെ കാര്യം പ്രീ ആർക്കിംഗ് ടൈം. എന്താ പ്രീ ആർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്യൂസിലേക്ക് ഓവർ കറന്റ് വന്ന് അത് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന കറന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീ ആർക്കിംഗ് ടൈം, അല്ലെങ്കിൽ ആ സമയം മുതലുള്ളതിനെയാണ് നമ്മൾ പ്രീ ആർക്കിംഗ് ടൈം ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഉള്ളത് ആർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴാണോ മെൽറ്റായി പോകുന്നത് ആ സമയത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർക്കിംഗ് ടൈം എന്ന് വിളിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞത്, ടോട്ടൽ ഓപ്പറേറ്റിംഗ് പീരിയഡ് മൈനസ് ആർക്കിംഗ് ടൈം. ടോട്ടൽ ഓപ്പറേറ്റിംഗ് പീരിയഡിന് മൈനസ് ആർക്കിംഗ് ടൈം എടുക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള ടോട്ടൽ ഓപ്പറേറ്റിംഗ് പീരിയഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ടോട്ടൽ ഓപ്പറേറ്റിംഗ് പീരിയഡ് മൈനസ് ആർക്കിംഗ് ടൈം എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയാം. കാരണം ടോട്ടൽ ഓപ്പറേറ്റിംഗ് പീരിയഡ് ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്, അത് ഡിഫൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പ്രീ ആർക്കിംഗ് ടൈം മൈനസ് ആർക്കിംഗ് ടൈം, പ്രീ ആർക്കിംഗ് ടൈം എന്ന് ആർക്കിംഗ് ടൈം കുറയ്ക്കുന്നതിനാണ് നമ്മൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് പീരിയഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ അടുത്തത്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, ടോട്ടൽ ഓപ്പറേറ്റിംഗ് പീരിയഡ് മൈനസ് ബ്രേക്കിംഗ് ടൈം ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫ്യൂസ് അത് ബേൺ ആയി അത് ആർക്ക് ചെയ്ത് അത് മെൽറ്റ് ചെയ്ത് ഫ്യൂസ് ആ ഒരു സർക്യൂട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് വരെയുള്ള ടൈം, അതായത് കറന്റ് എപ്പോഴാണോ ഒരു അബ്നോർമൽ വാല്യൂവിലേക്ക് പോകുന്നത് ആ ഒരു അബ്നോർമൽ വാല്യൂവിലേക്ക് പോയി അത് എന്ത് ചെയ്തു, മെൽറ്റ് ചെയ്ത് തുടങ്ങി, മെൽറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്തു, അത് ബ്രേക്ക് ആവുന്ന വരെ ഉണ്ടാവുന്ന ടൈമിനെയാണ് നമ്മൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് പീരിയഡ് എന്ന് പറയുന്നത്. ബ്രേക്ക് ആവുന്ന വരെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആയി കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അവിടെ നമുക്ക് ആദ്യം പ്രീ ആർക്കിംഗ് ടൈം വരുന്നുണ്ട്. ഇപ്പൊ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വരികയാണെങ്കിൽ പ്രീ ആർക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും, ആർക്കിംഗ് ടൈം പ്രീ ആർക്കിംഗ് ടൈം വളരെ കുറവായിട്ടായിരിക്കും വരുന്നത്. എന്നാൽ ഓവർലോഡോ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, പ്രീ ആർക്കിംഗ് ടൈം കുറച്ചും കൂടി കൂടുതലായിട്ട് വരുന്നുണ്ടായിരിക്കും. പ്രീ ആർക്കിംഗ് ടൈമും ആർക്കിംഗ് ടൈമും കൂടി കൂടിയ ടൈമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫ്യൂസിന്റെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് പീരിയഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. പ്രീ ആർക്കിംഗ് ടൈം അതുപോലെ തന്നെ ആർക്കിംഗ് ടൈമും കൂടി ആഡ് ചെയ്തിട്ട് വരുന്നതിനാണ് നമ്മൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് പീരിയഡ് ഓഫ് എ ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ഇൻസ്റ്റന്റ് ഓഫ് ആർക്ക് ഇനീഷ്യേറ്റഡ് ടു ദ ഇൻസ്റ്റന്റ് ഓഫ് ആർക്ക് ഗെറ്റിംഗ് എക്സിക്യൂഷഡ് ഈസ് നോൺ ആസ് ആർക്കിംഗ് ടൈം ഓഫ് ദ ഫ്യൂസ്. അതിനാണ് നമ്മൾ ആർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ആർക്ക് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ആർക്ക് എക്സ്റ്റിങ്യൂഷ് ചെയ്യുന്നത് വരെ ഉണ്ടാവുന്ന സമയത്ത് ആർക്കിംഗ് എക്സ്റ്റിങ്യൂഷ് ചെയ്യുകയും വേണം. ആർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ആർക്കിന് എന്ത് ചെയ്യണം, അവിടുന്ന് പോവുകയും വേണം. ആ ടൈമും കൂടി എടുക്കണേ. അത് വരെയുള്ള ടൈമിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ഓപ്പറേറ്റിംഗ് ടൈം വിളിക്കുന്നത്. അതേപോലെ തന്നെ പ്രീ ആർക്കിംഗ് ടൈമും ആർക്കിംഗ് ടൈമും കൂടി കൂടുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫ്യൂസിന്റെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറയുന്നുണ്ടായിരിക്കാം. സാധാരണ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്യൂസിന്റെ അറൌണ്ട് 2 മിനിറ്റ് സെക്കൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, 2 മില്ലി സെക്കൻഡ് ആണ് വരുന്നുണ്ടായിരിക്കുക. അതായത് 0.002 സെക്കൻഡ്സ് ആണ് സാധാരണ ഒരു ഫ്യൂസിന് വരുന്നുണ്ടായിരിക്കാം. സർക്യൂട്ട് ബ്രേക്കറിനാണ് എന്നുണ്ടെങ്കിൽ 0.02 സെക്കൻഡ് മുതൽ 0.1 സെക്കൻഡ് വരെയൊക്കെയാണ് എന്ത് ചെയ്യുക, അതിന്റെ ഈ ഒരു ആർക്കിംഗ് ടൈം വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ ഓപ്പറേറ്റിംഗ് പീരിയഡ് വരുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ഫ്യൂസ് ലോ, the current carrying capacity is directly proportional to. So ഇവിടെ നമുക്ക് കറന്റ് ക്യാരിങ് കപ്പാസിറ്റി I is proportional to എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. I is proportional to എന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ I proportional to എന്ന് പറയുന്നത്, അല്ലെങ്കിൽ I is equal to K എന്ന് പറയുന്ന ഫ്യൂസിംഗ് ഫാക്ടർ ആണ്. K D 3/2 D raised to 3/2 എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂസ് പറയുന്നത് അല്ലെ. അപ്പൊ ഫ്യൂസ് ഈസ് പ്രൊപ്പോർഷണൽ ടു D raised to 3/2 എന്നാണ് പറയാം. D raised to 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5, അതായത് ഡയമീറ്റർ റൈസ് ടു 1.5 ആണ് വരുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ആ ഒരു കറന്റ് ക്യാരിങ് കപ്പാസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഡയമീറ്റർ അല്ലെങ്കിൽ സൈസ് ആൻഡ് ഷേപ്പും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിലൊന്നാണ് ഡയമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് 3/2 ആയിട്ടാണ് വരുന്നുണ്ടായിരിക്കും. അപ്പൊ I is equal to KD 3/2 ആണ് വരുന്നുണ്ടാവുക.
അതായത് ഐ ഇസ് പ്രപ്പോർഷണൽ ടു ഡി 3/2 ആണ് എന്ത് ചെയ്യുക അവിടെ വരുന്നതായിരിക്കും. അപ്പൊ ഡയമീറ്ററിന്റെ റൈസ് ടു 1.5 ആണ് എന്ത് ചെയ്യുന്നത് കറന്റ് പ്രപ്പോർഷണൽ ഡയറക്ട്ലി പ്രപ്പോർഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഡയമീറ്റർ റൈസ് ടു 1.5 ആണ് എന്ത് ചെയ്യുന്നത് കറന്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ട് വരുന്നത്. അത് ഫ്യൂസ് ലോ പ്രകാരം പറയുന്നതാണ്. ഫ്യൂസ് ലോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഐ ഈസ് പ്രപ്പോർഷണൽ ടു ഡി റൈസ് ടു 3/2 എന്നുള്ളതാണ് ഫ്യൂസസ് ലോ പ്രകാരം പറയുന്നത്. അപ്പൊ ഫ്യൂസ് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് ഫ്യൂസിങ് കറന്റും ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ, കെ എന്ന് പറയുന്നത് ഫ്യൂസിങ് ഫാക്ടറുമാണ് എന്നുണ്ടെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു കെ ഡി 3/2 ആണ് വരുന്നുണ്ടായിരിക്കുക. സാധാരണ മെൽറ്റിംഗ് പോയിന്റും കുറഞ്ഞ ലെഡ്, ടിന്ന്, അതുപോലെ തന്നെ സിങ്ക് തുടങ്ങിയ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫ്യൂസ് വയറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.